ഇതേണ്ട കുണ്ടുമൺ ഏലായാണ് കേട്ടോ. കുണ്ടുമൺ ഏലായിൽ നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്ന കർഷകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം നെല്ലാണ് പ്രധാന വിള. അത് നമ്മൾ ഇതുവരെ കാണിച്ചില്ല. അപ്പം കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് കൃഷി ചെയ്തൊരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ കാക്ക പേര് പറയാം. എൻ്റെ പേര് ഇല്ലിയാസ്. ഇല്ലിയാസ്. ഇത് പഞ്ചായത്ത് നെടുമന പഞ്ചായത്ത് നെടുമന കൃഷിഭവൻ പരിധി അല്ലേ? ഇത് എത്ര വർഷമായിട്ട് നെല്ല് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്? നെൽകർഷകനാണ്. ഞാനിപ്പം 7 വർഷം കൊണ്ട്, ഞാൻ ഗൾഫിലായിരുന്നു, അത് കഴിഞ്ഞ് വന്ന് 7 വർഷം കൊണ്ട് ഞാനിപ്പോൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്. 7 വർഷം കൊണ്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നെൽകൃഷിയോടുണ്ട് എന്താ ഇഷ്ടമല്ലോ ഉണ്ടോ? അത് നെൽകൃഷിയോട് ഇഷ്ടം കൊണ്ട് കൃഷിയോടുള്ള ഇഷ്ടം. അല്ല, സാധാരണ ആരും നെൽകൃഷി അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യാറില്ല. അപ്പോൾ കാക്ക എന്താ അങ്ങനെ? അതല്ല, കൃഷിയോട് നമ്മൾ നെല്ല് നമുക്ക് നമ്മളെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗവൺമെന്റിന് കൊടുക്കാം. അങ്ങനെയുള്ളൊരു തീരുമാനം. അപ്പോൾ ഈ നെല്ല് കുത്തി തന്നെയാണ് ആഹാരം? അതെ, നമ്മളെ വീട്ടില് പിന്നെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നെല്ല് കുത്തിയാണ്. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? കാപ്പിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ എത്ര വിള ചെയ്യും? ഫസ്റ്റ് ഒന്നാം വിളയോ രണ്ടാം വിളയോ എങ്ങനെയാ ചെയ്യുന്നത്? സാധാരണ 2 വിള ചെയ്യും. ഇപ്പൊ 2 വർഷം കൊണ്ട് ഇവിടെ ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് 2 വർഷം കൊണ്ട് രണ്ടാം വിള മാത്രമേ ചെയ്യുന്നു. വെള്ളം കിട്ടാൻ പാടുണ്ടോ? വെള്ളം കിട്ടാനല്ല, ഒന്നാം വിളയിൽ വെള്ളം കയറുന്നു. അവിടെ ഒരു വണ്ട് പൊട്ടി കിടക്കുന്നു. ഒന്നാം വിളയിൽ ഇവിടെ വെള്ളം കയറും. അപ്പൊ നമുക്ക് സമയത്ത് കൊയ്തെടുക്കാൻ പറ്റത്തില്ല, നശിച്ചു പോകുന്നു. അപ്പൊ ഒന്നാം വിള എല്ലാവരും നിർത്തി വെച്ചേക്കാം. അപ്പൊ ഈ രണ്ടാം വിളയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കനാലൊക്കെ തുറന്നിട്ട് വെള്ളം വെള്ളമുണ്ട്. വെള്ളം ഓവറാകത്തില്ല. ഇവിടെ ചീപ്പുണ്ട്. ചീപ്പിൽ പല ഇട്ട് കഴിഞ്ഞാൽ വെള്ളം എപ്പോഴും ആവശ്യത്തിന്. അപ്പൊ നമുക്ക് ആ ചീപ്പൊക്കെ ഒന്ന് കാണിച്ചു തരണേ. അപ്പോഴേ ഇത് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കൊയ്യാനൊക്കെ എങ്ങനെയാ? കൊയ്യാൻ ഇപ്പം ഇനി ഒരു 10 ദിവസം കഴിയുമ്പോൾ അവിടെ പലയിടത്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം വരും അല്ലേ? അപ്പൊ എങ്ങനെ മിഷൻ കൊയ്ത്താണ്? നമ്മൾ പിന്നെ ജില്ലാ അഗ്രികൾച്ചറിന്റെ മിഷൻ ബുക്ക് ചെയ്താൽ അവർ വരും. ജില്ലാ പഞ്ചായത്തിലുള്ള കൃഷിഭവൻ വഴിയുള്ളത് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് കൃഷി ചെയ്യാനുള്ള ആനുകൂല്യങ്ങളൊക്കെ എങ്ങനെ കൃഷിഭവൻ വഴിയാണോ കിട്ടുന്നത്? കൃഷിഭവൻ വഴിയാണ്. ആണോ? എങ്ങനെയാ എല്ലാം നമുക്ക് എല്ലാ വർഷവും അതിന്റെ സബ്സിഡി രീതിയിൽ കിട്ടുന്നുണ്ട്. കൂട്ടുന്നതിനും കൊയ്യുന്നതിനും ഉള്ള നെല്ല് നമുക്ക് കൃഷിഭവൻ വഴി എടുക്കുകയും ചെയ്യും അല്ലേ? കൃഷിഭവൻ വഴി എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെയ്യുന്നതിനല്ലേ? ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കൃഷിക്കാർക്ക് നെൽകർഷകർക്ക് പ്രശ്നമില്ല. പക്ഷേങ്കില് ഇപ്പൊ എല്ലാം ഈ കോരിക്കുത്തി നെൽപ്പാടം എല്ലാം കോരിക്കുത്തി വീടുകൾ വെക്കുന്നതിനോട് എങ്ങനെയാ? അതിനോട് യോജിക്കുന്നില്ല. ഒരിക്കലും ഇല്ല. നമുക്ക് ആഹാരം കിട്ടാത്തൊരവസ്ഥ വരുമല്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നെങ്കിൽ അത് നിർത്തണം. പണ്ടത്തെ ഒരു ആഹാരം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവായിരിക്കും അല്ലേ? എല്ലാം ഇങ്ങനെ കോരി കുത്തി കഴിയുമ്പോൾ നെൽപ്പാടം ഇല്ലാതാവുമല്ലേ? ഇതിപ്പോ മൊത്തം എത്ര ഏക്കറോളം പാടം ഉണ്ടായിരിക്കും? ഞാനിവിടെ ചെയ്യുന്നത് ഇത് മാത്രം 1/2 ഏക്കറുണ്ട്. 50 സെന്റ്. കാക്ക മാത്രം 1/2 ഏക്കറിൽ ചെയ്യുന്നു. ഞാൻ അതിനപ്പുറത്ത് വേറെ ചെയ്യുന്നു. ഇത് മൊത്തം എത്ര ഇത് കാണുമായിരിക്കും? ഇവിടെ ഈ ഏല മൊത്തത്തിൽ 36 ഹെക്ടർ ഉണ്ട്. 36 ഏക്കർ. ഈ 36 ഏക്കറിൽ നെൽകൃഷി തന്നെയല്ലോ? അപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് ചെയ്യുന്നത് അല്ലേ? ഇതിനകത്ത് നമുക്ക് വലിയ രോഗവും കീടമൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? രോഗവും കീടമൊക്കെ നമ്മൾ കൃഷിഭവൻ വഴിയൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മരുന്നൊക്കെ കൃത്യമായ രീതിയിലൊക്കെ ചെയ്യുന്നു. അപ്പൊ നെൽകൃഷി നഷ്ടമാണോ ലാഭമാണോ? നെൽകൃഷി നഷ്ടമാണോന്ന് ചോദിച്ചാൽ നഷ്ടമല്ല, ലാഭമാണെന്ന് ചോദിച്ചാൽ ലാഭമല്ല. ലാഭമല്ല എന്ന് പറയുന്നത് ജോലിക്കൂലി എല്ലാം നോക്കിയിട്ടാണോ? ജോലിക്കൂലിയൊക്കെ കണക്കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്നാലും നെല്ല് നല്ല വിളയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നെല്ല് ഇപ്പൊ ഇട്ടപ്പെടല്ല. ഇതിപ്പോ ഉമയല്ലേ റേറ്റ്? ഉമയല്ലേ? ഉമയ്ക്ക് എങ്ങനെ നെല്ലിന്റെ ഇത് കതിർ കുറവാണോ അതോ കൂടുതലാണോ? നല്ല കതിറാ അല്ലേ? കച്ചി കുറ്റിയാണല്ലേ? അപ്പൊ കച്ചി നമ്മളെങ്ങനെ ഈ മിഷൻ വഴി എടുക്കുമ്പോ കച്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അരിഞ്ഞരിഞ്ഞല്ലേ മിഷൻ കെട്ടിത്തരുവോ അല്ലേ? ഇതാണ് കർഷകന്റെ നെൽപ്പാടത്തേക്ക് പോകുന്ന വെള്ളം. അതാണോ പലയിട്ട് അടച്ചേക്കെന്ന് പറയുന്നത്? അപ്പൊ അവിടെ അടച്ചതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടുള്ള വെള്ളമൊഴുക്ക് കുറവുണ്ടല്ലേ? നമ്മൾ കൊയ്യാൻ അടയ്ക്കാത്തത് അതിലേ കൂടെ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്ത് നെല്ലേല അവിടെ കൊയ്യാൻ സമയമായില്ലേ? അവിടെ ഇപ്പൊ വെള്ളത്തിന്റെ ആവശ്യമുള്ള സമയമാണ്. അപ്പൊ ഇത് നമ്മൾ കൊയ്യാൻ സമയമാകുമ്പോ ഇവിടെ ഇതുപോലെ ഇട്ടങ്ങ് അടയ്ക്കും. പലക എടുക്കുമ്പോ വെള്ളം കുറയും. നമുക്ക് ആ ഓവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറത്തില്ല. കാരണം ഈ പലക ഇട്ടിരുന്നുള്ള കുഴപ്പം മേളില് വേറെ തോടുകളും ആ തോട്ടിൽ കൂടെ വെള്ളം കയറും. ഇവിടാണ് എല്ലാരും കുളിക്കാനൊക്കെ ഇറങ്ങുന്നേ? കുഴപ്പമില്ല. അടി കോൺക്രീറ്റാ. എത്ര ആഴം കാണുമായിരിക്കും? നമ്മളെ 3/4 ഭാഗമാണ്.
മുക്കാൽ ഭാഗമേ ഉള്ളൂ. ഒരാളുടെ 7 അടിയുടെ പകുതി വരുമല്ലേ? ഓ, അങ്ങനെ കുളിക്കാനൊക്കെ വൈകുന്നേരം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെല്ലേലയിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമവും ഇല്ല അല്ലേ? ഓ, ശരി ശരി. അപ്പോൾ ഈ ചാലിൽ കൂടെ നമ്മുടെ തോട്ടിൽ ഈ ചീപ്പിലെ വെള്ളം വയലിൽ ചെല്ലുന്നത് അല്ലേ? ആ. ഓ, അപ്പോൾ ഈ ചാല് വഴി അങ്ങ് വെള്ളം അങ്ങോട്ട് ചെല്ലും. അപ്പോൾ നെൽപ്പാടം മാത്രമല്ല, കരയിലെല്ലാം വാഴക്കൃഷിയൊക്കെ അല്ലേ? വളരെ മനോഹരമായിട്ട് തന്നെ ചീര, വാഴ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമവും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഇഷ്ടം പോലെ കൃഷി ചെയ്യാം. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഈ മഴ സമയത്ത് പിന്നെ ഭയങ്കര വെള്ളമായിരിക്കും അല്ലേ? മഴ സമയത്ത് പിന്നെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലേ? വലിയ വെള്ളം അല്ല, വലിയ വെള്ളമാണെങ്കിൽ മൊത്തം നെൽപ്പാടം പാടത്ത് കയറും. അപ്പൊ ഇവിടെ എല്ലാ ഉമ തന്നെയാണോ ചെയ്തേക്കുന്നത്? എല്ലാരും ഒരുപോലെയാണോ കൃഷി ചെയ്യുന്നത്? എല്ലാരും ഒരുപോലെ ചെയ്യും അല്ലേ? അപ്പൊ ഒരുമിച്ച് അപ്പൊ ചാടിയുടെ ശല്യം ഒന്നിച്ച് കൃഷി ചെയ്യുന്നോണ്ട് വലിയ ശല്യം ഉണ്ടാവുന്നില്ല അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ പിന്നെ കാക്ക മാത്രം എത്ര ടൺ നെല്ല് കൊടുക്കുമായിരിക്കും? ഞാൻ മിക്കവാറും ഏതാണ്ട് ഒരു 700 എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട്. വീട്ടാവശ്യം കഴിഞ്ഞിട്ട് കൊടുക്കും. 700 കിലോ കൊടുക്കും. 700-500 കിലോ ഞാൻ കൊടുക്കും. നമ്മളെല്ലാം എവിടെ കുത്തിക്കുന്നതൊക്കെ നമ്മുടെ അടുത്ത മില്ലിൽ തന്നെ? അടുത്ത് തന്നെ മില്ലിൽ കുത്തിക്കും അല്ലേ? പുഴുങ്ങിയല്ലേ കുത്തിക്കുന്നത്? പുഴുങ്ങി കുത്തും, അല്ലാതെ കാപ്പിക്ക് വേണ്ടി പച്ചയ്ക്ക് കുത്തും അല്ലേ? അപ്പോൾ നല്ല കുത്തരി, നല്ല ശുദ്ധമായ കുത്തരി നമുക്ക് കഴിക്കാല്ലേ? നമ്മളെ വീട്ടിലെ ഭക്ഷണം കൂടുതലും അതെ. അപ്പൊ ഈ വീട്ടിൽ പച്ചക്കറി എല്ലാം ചെയ്യുന്നുണ്ടോ? ഉണ്ട്, പച്ചക്കറി ഉണ്ടല്ലേ? പച്ചക്കറി ഉണ്ട്. നമ്മളെ ആവശ്യത്തിനുള്ള പച്ചക്കറി എല്ലാം ചെയ്യുന്നുണ്ട്. ചീര ഉണ്ട്. ഓൾറെഡി എല്ലാ പച്ചക്കറിയും നെല്ലും ഒക്കെ ആയിട്ടാണ് കൃഷിക്കാരിവിടെ ചെയ്യുന്നത്. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കനാല് നല്ലതുപോലെ വെള്ളം വരുന്നത് കൊണ്ട് അവർക്ക് വെള്ളത്തിന് ക്ഷാമമില്ലാത്തതുകൊണ്ട് ഉണക്ക സമയത്ത് അവർ നല്ല രീതിയിൽ പച്ചക്കറിയും വാഴയും തെങ്ങും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നെല്ല് തന്നെ ഇപ്പം ഇനി വരുന്ന തലമുറയ്ക്ക് കാണാനില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം പാടങ്ങളെല്ലാം കോരിക്കുത്തി 30% കോരിക്കുത്തി കഴിഞ്ഞു. ഇനി നെല്ല് കൊയ്ത്ത് എന്നത്തേക്കാക്കാം? ഈ മാസം തന്നെ 25-ാം തീയതി ഏതാ മാർച്ച് 25 ആകുമ്പോഴത്തേക്ക് കൊയ്യാൻ പറ്റും അല്ലേ? കൊയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി നല്ല വിളവാണെന്ന് പറയുന്നുള്ളതാണോ? നല്ല വിളവല്ലേ? നിങ്ങൾ എപ്പോഴും ഉമ തന്നെയാണോ ചെയ്യുന്നത്? ഇവിടെ ഉമയാ സാധാരണ ചെയ്തോണ്ടിരിക്കുന്നത്. അത് വെറൈറ്റി മാറണം, അടുത്തതിന് മാറണമെന്ന് പറഞ്ഞു. ഉമയൊന്ന് മാറ്റി പിടിക്കണം അല്ലേ? ഉമയാകുമ്പോ ചുമന്ന അരിയും ഉണ്ടരിയും അല്ലേ? ഉണ്ടരി ചുമന്നതും. വെള്ള ജയ ചെയ്യണമെന്നുള്ള താല്പര്യം വല്ലതും ഉണ്ടോ? വെള്ള ജയൊന്നും അത്ര യോജിക്കത്തില്ല. വേറെ കാരണം ഈ മണ്ണിൽ പറ്റുമെന്ന് തോന്നുന്നു. ഈ മണ്ണിൽ നിങ്ങൾക്ക് ഉമ തന്നെയാ നല്ലതല്ലേ? ഉമ അല്ല, വേറെ പല സൈസും ഉണ്ട്. അപ്പൊ 25-ാം തീയതിക്ക് കൊയ്യാൻ വേണ്ടി നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓഹോ. അപ്പൊ എല്ലാരും കൂടെ ഈ ഇലയിൽ എത്ര മൊത്തം കർഷകരും എല്ലാരും കൂടെ ഇറങ്ങിയല്ലേ? നമ്മള് എല്ലാരും കൂടെ മിഷൻ പൂട്ടിന് ഇറങ്ങും. അപ്പൊ അതിന്റെ പൈസ എല്ലാം അവര് വീതിച്ച് നിങ്ങൾ ഷെയർ ഇട്ട് തന്നെ ചെയ്യും അല്ലേ? അല്ല, അവരവരെ എത്ര ഉണ്ടോ അത്രയും പൈസ മണിക്കൂർ അനുസരിച്ചാണ് പൂട്ടുകൂലി കൊടുക്കുന്നത് അല്ലേ? ഇത് പിന്നെ നടിയില് മിഷൻ വഴിയായിരുന്നോ? അല്ലല്ല, നടിയില് ആളെ നിർത്തി തന്നെ ചെയ്തായിരുന്നോ? ഓഹോ. അപ്പോൾ ഇപ്പൊ സീസൺ ഒന്നും ചതിച്ചില്ല അല്ലേ? നമുക്ക് കാലാവസ്ഥ ഒന്നും ചതിക്കാഞ്ഞതുകൊണ്ട് രണ്ട് പൊന്നു വിളഞ്ഞ് കിടക്കുകയാണ് പാടങ്ങളെല്ലാം തന്നെ. കർഷകർക്കെല്ലാം സന്തോഷമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു അക്ക, താങ്ക് യു കേട്ടോ.